അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അവിടുത്തെ ബി.ജെ.പിയുടെ മറ്റ് നേതാക്കൾ പറയുന്നത് കേൾക്കാതെ കേന്ദ്രം ഇദ്ദേഹത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. പക്ഷേ അതിനതൊരു ഗുണം കിട്ടിയില്ല. അദ്ദേഹത്തിന് അത് വിജയിച്ചെടുപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നോട്ടപ്പുള്ളിയായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാതായി. പിന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പുതിയ ബി.ജെ.പി പ്രസിഡന്റ് വന്നു. അപ്പോൾ പുതിയ ബി.ജെ.പി പ്രസിഡന്റ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് അണ്ണാമലയെ കൊണ്ടുപോകുമെന്നാണ് കേട്ടത്. പക്ഷേ അദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, അണ്ണാമല അപ്രസക്തമാകുന്ന രീതിയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അപ്പുറത്ത് വിജയിയുടെ രംഗപ്രവേശം വന്നിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ വിലയിരുത്തുമ്പോൾ അണ്ണാമലയെ മാത്രം സംസാരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. വിജയ് കയറി വന്നിട്ടുണ്ട്. വിജയിയുടെ ഇപ്പോൾ കരൂരിലുണ്ടായ അപകടത്തിൽ വിജയ് ആളുകൾക്കെല്ലാം 20 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീടുകളിൽ എല്ലാ മാസവും 5000 രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വലിയ സാമ്പത്തിക സഹായമാണ് ആ വീട്. ഇതിൽ ഏതോ ഒരു വീട്ടുകാർ 20 ലക്ഷം രൂപ തിരിച്ചും കൊടുത്തു. അവർക്ക് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചും കൊടുത്തു. അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷേ എന്തായാലും വലിയ തോതിലാണ് തമിഴ്നാട്ടിൽ ഈ ഒരു വിധം. അപ്പോൾ ഇനി കരൂരിലെ സംഭവത്തോടു കൂടി വിജയ് ബി.ജെ.പിയിൽ ചേരുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വിജയ് ബി.ജെ.പിയിൽ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അണ്ണാമലയുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭാവി വലിയൊരു ഇരുണ്ടതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അണ്ണാമലയെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്രത്തിൽ മന്ത്രിയാക്കുമോ അല്ലെങ്കിൽ രാജ്യസഭ എം പി ആക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ രാജ്യസഭ എം പിയോ അല്ലെങ്കിൽ മറ്റേ മന്ത്രിയോ ഒക്കെ ആക്കിയില്ലെങ്കിൽ അണ്ണാമലയുടെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അടയും. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്നത്. സി പി രാധാകൃഷ്ണനെ പോലെയുള്ള ഇന്ത്യൻ വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സി പി രാധാകൃഷ്ണനെ പോലെയുള്ള വലിയ സംഘപരിവാർ അല്ലെങ്കിൽ ബി.ജെ.പി നേതാവായിരുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ടാണ്, അവരുടെ വാക്കുകളെ പോലും കേൾക്കാതെയാണ് അണ്ണാമലയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്.